നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്തേക്കും. എ പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതര കുറ്റകൃത്യങ്ങൾ. 2019 ദേവസ്വം ബോർഡ് യോഗത്തിൽ ചെമ്പുപാളികളെന്ന് പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ എഴുതി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൈമാറാൻ ബോർഡിൽ ആദ്യം നിർദ്ദേശം കൊടുത്തത് പത്മകുമാർ. ഗൂഢാലോചനയിൽ തുടക്കം മുതൽ പങ്കാളിയെന്നും SIT. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ വൃശ്ചികോത്സവ എഴുന്നള്ളിപ്പിനിടയിൽ കടുത്ത ആചാരലംഘനം. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിക്കുന്ന ചുവന്ന പട്ട് ഉപയോഗത്തിന് ശേഷം ദേവന്റെ എഴുന്നള്ളിപ്പിൽ തീവട്ടിയിലെ തുണിയായി ഉപയോഗിച്ചെന്ന് പരാതി. ചുവന്ന തുണികൾ നീക്കാനും പുതിയ വെളുത്ത തുണികൾ വാങ്ങാനും ഉപയോഗിക്കാനും നിർദ്ദേശിച്ചുവെന്ന് ദേവസ്വം അധികൃതർ. MR അജിത് കുമാറിനും സർക്കാരിനും ആശ്വാസം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെതിരെ തുടരന്വേഷണമില്ല. ക്ലീൻ ചിറ്റ് റദ്ദാക്കിയ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. മുൻകൂർ അനുമതി തേടിയ ശേഷം പരാതിക്കാർക്ക് വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും നിർദ്ദേശം. മുഖ്യമന്ത്രിക്കെതിരായ വിജിലൻസ് കോടതി പരാമർശവും റദ്ദാക്കി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് നേട്ടം. പൂർണ്ണതോതിലുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന് അനുമതിയായി. തുറമുഖത്തു നിന്നും ഇനി റെയിൽ, റോഡ് മാർഗങ്ങളിലൂടെ ചരക്ക് നീക്കം നടത്താം. ക്രൂ ചേഞ്ചും സാധ്യമാകും. തിരുവനന്തപുരം മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടലിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് ഇടപെട്ടെന്ന ആരോപണം. തെളിവായി ദൃശ്യങ്ങൾ. തൃശ്ശൂരിൽ കോർപ്പറേഷൻ സ്ഥാനാർത്ഥിയെ മാറ്റി BJP. മാറ്റിയത് കുട്ടൻകുളങ്ങര ഡിവിഷനിലേക്ക് മത്സരിക്കാനിരുന്ന V ആതിരയെ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെ മലപ്പുറത്ത് PV അൻവറും UDFും തമ്മിൽ ധാരണയായില്ല. KFC വായ്പാ ക്രമക്കേടിൽ PV അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ED റെയ്ഡ്. ഒരു സ്ഥലത്തിന്റെ രേഖ വച്ച് 2 വായ്പ എടുത്തു എന്ന് പരാതി. ചെങ്കോട്ട ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ മുൻകരുതൽ നടപടികൾ കർശനമാക്കാൻ ലഫ്റ്റനന്റ് ഗവർണറുടെ നിർദ്ദേശം. കൂടുതൽ അളവിൽ അമോണിയം നൈട്രേറ്റ് വാങ്ങുന്നവരുടെ വിവരങ്ങൾ സൂക്ഷിക്കണം. വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും ഫോട്ടോകളും ഉറപ്പാക്കണം. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വിൽപ്പനയിൽ ജാഗ്രത വേണമെന്ന നിർദ്ദേശം. കശ്മീരിലെ ആശുപത്രികളിൽ പരിശോധന. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ലോക്കറുകൾ പരിശോധിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഉടൻ നോട്ടീസ് നൽകുമെന്ന് സൂചന. അതേസമയം സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രകൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന A പത്മകുമാർ ആണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് A പത്മകുമാറിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ഗൂഢാലോചനയ്ക്ക് തുടക്കമിട്ടത് ആ കാലയളവിൽ ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ ആണെന്ന് റിമാൻഡ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നൽകാൻ ബോർഡ് യോഗത്തിൽ നിർദ്ദേശം മുന്നോട്ട് വച്ചത് പത്മകുമാർ ആയിരുന്നു. 2019 ഫെബ്രുവരി മുതൽ ഇതിനു വേണ്ടിയുള്ള രേഖകൾ തയ്യാറാക്കാനുള്ള നീക്കങ്ങൾ പത്മകുമാർ ആരംഭിച്ചിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ കൊണ്ട് ഇക്കാര്യം എഴുതി നൽകാൻ പത്മകുമാർ ഇടപെട്ടു. 2019 മാർച്ചിൽ ചേർന്ന ബോർഡ് യോഗത്തിൽ പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ ചെമ്പുപാളികൾ എന്നെഴുതിയ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതാണ് അന്വേഷണത്തിൽ ശക്തമായ തെളിവായി മാറിയത്. ശബരിമലയിലെ മരാമത്ത് നടപടിക്രമങ്ങൾ ലംഘിച്ചാണ് പോറ്റിക്ക് വഴിവിട്ട സഹായം പത്മകുമാർ നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. തിങ്കളാഴ്ച അന്വേഷണ സംഘം പത്മകുമാറിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകും. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ പേർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന് കണ്ടെത്തും. ഗൂഢാലോചന നടന്ന സമയത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഉടൻ തന്നെ മുൻ മന്ത്രിക്കും ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകും. 2 ദേവസ്വം മുൻ പ്രസിഡന്റുമാർ മാത്രമാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നതർ എന്നതാണ് ഇനി അറിയേണ്ടത്. നിലവിൽ സ്വർണ്ണക്കൊള്ള ആസൂത്രണം ചെയ്തത് A പത്മകുമാർ ആണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അതിനപ്പുറത്തേക്ക് കൂടുതൽ ഉന്നതർക്ക് ആസൂത്രണത്തിൽ പങ്കുണ്ടോ എന്ന് കൂടുതൽ രേഖകളും മൊഴികളും പരിശോധിച്ച ശേഷം വ്യക്തത വരുത്താനാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആസൂത്രണം ചെയ്ത കൊള്ളയാണ് ശബരിമലയിൽ നടന്നതെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. സർക്കാരിൻ്റെയും CPMൻ്റെയും കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. പത്മകുമാറിൻ്റെ അറസ്റ്റോടെ രാഷ്ട്രീയ ഇടപെടൽ തെളിഞ്ഞു. കടകംപള്ളിയുടെയും പ്രശാന്തിൻ്റെയും അറസ്റ്റ് ഉണ്ടാകണം.
എന്നാൽ മാത്രമേ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയുള്ളൂ എന്നും സുരേന്ദ്രൻ കോഴിക്കോട് പ്രതികരിച്ചു. സർക്കാരിൻ്റെ കൈകൾ ശുദ്ധമാണ്, CPMൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല. കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും വളരെ അടുത്ത ബന്ധമുള്ളവരാണ്. പത്മകുമാറിൻ്റെ വീട്ടിലാണ് ഈ ഗൂഢാലോചന നടന്നത്. വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ദേവസ്വം മുൻ മന്ത്രിമാർക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. കടകംപള്ളി സുരേന്ദ്രനിൽ മാത്രമല്ല VN വാസവനിലേക്കും അന്വേഷണം എത്തണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. ഇതുവരെയുള്ള അന്വേഷണം സ്വാഗതാർഹമാണ്. അന്വേഷണം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കരുതെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. അല്ല, സ്വർണം ഇളക്കിയെടുത്തിട്ടൊക്കെ പുറമേക്ക് കൊണ്ടുപോകണമെങ്കിലും ഈ ചെയ്ത നടപടികളൊക്കെ ചെയ്യണമെങ്കിലും ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരും മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല. അപ്പോൾ ഗവൺമെൻറ് ഒന്നും അറിയാതിരിക്കില്ലല്ലോ, പിന്നെ എന്തിനാ ഗവൺമെൻറ്റും മന്ത്രി എന്തിനാ? തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ വൃശ്ചികോത്സവ എഴുന്നള്ളിപ്പിൽ കടുത്ത ആചാര ലംഘനം നടന്നതായി കണ്ടെത്തി. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിക്കുന്ന ചുവന്ന പട്ട് ഉപയോഗത്തിന് ശേഷം പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ദേവന്റെ എഴുന്നള്ളിപ്പിന് വേണ്ടിയിട്ടുള്ള തീവട്ടിയിലെ തുണിയായി ഉപയോഗിച്ചതായിട്ടാണ് പരാതി. അവിടെ വെളിച്ചപ്പാട് പെണ്ണുങ്ങളെ വെളിച്ചപ്പാട് പോയിട്ടില്ല, അവിടെ ഉണ്ട്, പോയിട്ടുണ്ട്. ആരെ ചുറ്റിക്കൊണ്ട് വരികയല്ലേ, അത് വലിച്ചെറിഞ്ഞിട്ട് പോരുന്നല്ലേ അവിടെ. വെളിച്ചപ്പാടുകള് അവിടെ വലിച്ചെറിയുന്ന എല്ലാവരും പട്ടെടുത്തോണ്ടല്ലേ വരുന്നത്. അവിടെ ശബലം കൊണ്ടല്ലേ ഗുരുവായൂർ വന്നത് മാത്രമേ അവരെ പറഞ്ഞില്ല ഇവിടെ തുള്ളാൻ പാടില്ല. ഇവിടെ തുള്ളുന്നവരെയാണല്ലോ ഇത്. ആചാരലംഘനം നടന്നുവെന്ന് പരാതി വന്ന പശ്ചാത്തലത്തിൽ ചുവന്ന തുണികൾ മുഴുവൻ നീക്കാനും പകരം പുതിയ വെള്ള തുണികൾ വാങ്ങി ഉപയോഗിക്കാനും നിർദ്ദേശിച്ചുവെന്ന് തൃപ്പൂണിത്തുറ ഗ്രൂപ്പ് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ബിജു ആർ പിള്ള പ്രതികരിച്ചു. കൊണ്ടുവന്ന തുണിയെ പറ്റി ഒരു തന്ത്രി ഇങ്ങനൊരു ഇത് പറഞ്ഞപ്പോൾ നമ്മളത് മാറ്റി വെള്ള തുണി വാങ്ങി ചെയ്യുന്നത്. ഇപ്പം ഇത്തരം കാര്യങ്ങൾക്ക് ആചാരലംഘനം എന്നാണ് പറയുന്നത്. മറ്റൊരു ക്ഷേത്രത്തിൽ ഉപയോഗിച്ചതാണല്ലോ ഈ വസ്തു. അപ്പൊ ഒരു പൂജാദ്രവ്യമായിട്ട് അവിടെ കൊണ്ടുവന്ന ആൾക്കാർ അവിടെ ഇങ്ങനെ തുണി കൊണ്ടിടും ഈ കൊടുങ്ങല്ലൂരൊക്കെ. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ നമ്മള് പന്തം കെട്ടാനായിട്ട് അത് അടിയിൽ മാത്രം കെട്ടി മുകളിൽ വെള്ള തുണി കെട്ടി അങ്ങനെയാണ് നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഇപ്പൊ തന്ത്രി പറഞ്ഞത് വേണ്ട എന്ന് പറഞ്ഞപ്പോ നമ്മളത് ഒഴിവാക്കി ഇപ്പൊ വെള്ള തുണിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ ഉപയോഗിച്ചിരുന്നെന്ന് അറിയുന്നു. മറ്റു ക്ഷേത്രങ്ങളിൽ പറ്റി എന്നോട് ചോദിച്ചിട്ട് ഞാൻ ഇപ്പൊ 2 മാസമായുള്ളൂ ഇവിടെ വന്നിട്ട്. കൊച്ചിൻ ദേവസ്വം അതേസമയം കടുത്ത ആചാര ലംഘനമാണ് നടന്നത് എന്നാണ് താന്ത്രിക വിധികളെക്കുറിച്ച് അറിവുള്ള ആളുകൾ പ്രതികരിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കേരളത്തിലെ പ്രശസ്തമായ പൂർണ്ണത്രയീശ്വര ക്ഷേത്രത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിൽ തന്നെയുള്ള കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും കോഴിക്കൽ മൂടുന്ന പട്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ തീവെട്ടിക്ക് ചുറ്റുക എന്ന പ്രവൃത്തി കണ്ടപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ഹീനമായ പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു ശാക്തേയ കൗള ഉപാസകനാണ്, അത്തരം കർമ്മങ്ങൾ അനുഷ്ഠിച്ചു വരുന്ന ആളാണ്. തീർച്ചയായിട്ടും എനിക്ക് അത് കണ്ടപ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നി. ഇതൊരു വൈഷ്ണവ ക്ഷേത്രമാണ് പൂർണ്ണത്രയീശ്വര ക്ഷേത്രം. ശാക്തേയ ആരാധനയുടെ ഏറ്റവും ശക്തമായ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം. രണ്ടും വിരുദ്ധമായ സമ്പ്രദായങ്ങളാണ്. ശാക്തേയ ആരാധനയിൽ കൊടുങ്ങല്ലൂരെ സംബന്ധിച്ചിടത്തോളം കോഴിക്കൽ മൂടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കോഴിയെ അറുത്ത് അവിടെ കോഴിക്കൽ മൂടുന്ന ചടങ്ങ് നടന്നിടത്ത് ഇപ്പോൾ നിയമപരമായിട്ട് പക്ഷിബലി മൃഗബലിയൊക്കെ നിരോധിച്ചിരിക്കുന്നത് കൊണ്ട് സിംബോളിക്കായിട്ട് ചുവന്ന കോഴിയെ പറത്തിയ ശേഷം ചുവന്ന പട്ടുകൾ വിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സങ്കല്പങ്ങളുണ്ടാകാം. അവർക്ക് ആ പട്ട് സമർപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ രക്തവും മാംസവും ഒക്കെ സമർപ്പിച്ച് ഭഗവതിക്ക് വേണ്ടിയിട്ട് ശത്രുദോഷങ്ങൾക്കോ അല്ലെങ്കിൽ അവർക്ക് വന്നിരിക്കുന്ന ഗ്രഹപീഠകൾക്കോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കും അവരത്തരം കർമ്മങ്ങൾ ചെയ്യുന്നത്. അത്തരം കർമ്മങ്ങൾ ചെയ്ത ഈ ദ്രവ്യം അവിടെ നിന്നും ഇവിടെ കൊണ്ടുവന്ന് ഈ വൈഷ്ണവ ക്ഷേത്രത്തിലെ ആനകളുടെ പുറത്ത് ഏറ്റവും സന്തോഷവാനായിട്ട് വിരാജിക്കുന്ന പൂർണ്ണത്രയീശ്വരൻ്റെ മുന്നിൽ കത്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ശവപ്പറമ്പിന് സമമായ രീതിയിൽ ഒരു മാംസവും രക്തവും സങ്കല്പിച്ച സാധനം കത്തിക്കുന്നു. അവിടെ ആ സ്ഥലത്തിൻ്റെ ചൈതന്യ ക്ഷയമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.
കൊടുങ്ങല്ലൂരിലെ ഭദ്രകാളിയുടെ സമർപ്പിക്കപ്പെട്ട പട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് അവിടെ നിന്നും ഇവിടേക്ക് കൊണ്ടുവരണമെങ്കിൽ അതൊരു മോഷണമെന്നേ ഞാൻ പറയും. കാരണം അത്തരത്തിൽ ഇവരിതിവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഉപയോഗിക്കേണ്ടതായ സാധാരണ തുണികൾ 9 ദിവസം തീവെട്ടിക്കായിട്ട് വേണമെങ്കിൽ വക തിരിച്ച് ലക്ഷങ്ങൾ എഴുതിയെടുക്കാം. എൻ്റെ കാഴ്ചപ്പാടാണ്. അങ്ങനെ അവർക്ക് ചെയ്യാം. അത്തരത്തിൽ ചെയ്യുന്നതാണോന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇതൊരു ആചാര ലംഘനമാണ്, വിശ്വാസ ലംഘനമാണ്. ഒരു ക്ഷേത്രത്തിൽ ഉപയോഗിച്ച ശേഷം മറ്റൊരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു ഭക്തർ നടക്കി വെച്ചത്. അത് ഏത് തരത്തിലുള്ളൊരു ആചാര ലംഘനത്തിൽ പെടും? മാത്രമല്ല, ഇതിന് പിന്നിൽ ഒരു കോക്കസ് തന്നെ ഉണ്ട് എന്നുള്ളൊരു ആക്ഷേപവും ഉയരുന്നു. രാജേഷ്, രണ്ട് തരത്തിലുള്ള പരാതികളിലാണ് വസ്തുതാപരമായി അന്വേഷിക്കേണ്ട ഒരു വിഷയം തന്നെ. അതിൽ ആചാരലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തന്ത്രി തന്നെ ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അതായത് ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ആചാരലംഘനമാണെന്നാണ് ചേനാസ് നമ്പൂതിരിപ്പാടിൻ്റെ തന്ത്രി മുഖ്യൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിനനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ ക്ഷേത്രം അധികൃതർ ഈ തീവെട്ടിയിൽ നിന്ന് ഈ തുണി നീക്കം ചെയ്യാൻ തീരുമാനിച്ചതായി നമ്മളെ അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇക്കാര്യത്തിൽ ഒരു അഴിമതി കൂടി നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ക്ഷേത്രം അധികൃതരും മറ്റ് സംസ്ഥാന ഈ വിജിലൻസ് ഉൾപ്പെടെയുള്ള ആ രീതിയിലുള്ള ഏജൻസികളും അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. എന്തായാലും രണ്ട് തരത്തിലുള്ള ആരാധനാക്രമങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രം. നമുക്കറിയാം, വിശ്വാസികൾക്കറിയാം, ഒരു പൂജ ചെയ്യുമ്പോൾ അവരുടെ പേരും നക്ഷത്രവും ഒക്കെ പറഞ്ഞ് വളരെ വ്യക്തിപരമായാണ് ഓരോ പൂജ പോലും നടത്തപ്പെടുന്നത്. ശബരിമല ക്ഷേത്രത്തിലെ ആ പൂജാ രീതിയല്ല കുളത്തുപുഴ ക്ഷേത്രത്തിലെ അതേ ക്ഷേത്രത്തിലെ ശാസ്താവിനുള്ളത്. തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഒരു ഭഗവതി ക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് രൗദ്രഭാവത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ഭഗവതി ക്ഷേത്രത്തിൽ അത് കോഴിമൂടൽ ഉൾപ്പെടെയുള്ള പരമ്പരാഗത ചടങ്ങുകൾ നടന്നതിന് തരത്തിലുള്ള ഉപാസനകൾ അനുഷ്ഠിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഭക്തർ സമർപ്പിക്കുന്ന അത്തരം തുണികൾ മറ്റൊരു ക്ഷേത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഉത്സവത്തിന്, പ്രത്യേകിച്ച് പൂർണ്ണത്രയീശൻ പോലുള്ള അത്രയും പ്രാധാന്യത്തോടെ ഉപാസിക്കുന്ന ഒരു മൂർത്തിയിൽ എഴുന്നള്ളത്തിന്, അവിടുത്തെ ഉത്സവത്തിന് ദേവനെ എഴുന്നള്ളിക്കാനായുള്ള പൂജാദ്രവ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പൂജാ വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ, പൂജാവസ്തുക്കൾ എന്ന് പറയുമ്പോൾ അത് തീവട്ടിയിൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ എന്നാൽ തന്നെയും ദേവൻ എന്നൊരു കാര്യത്തിൽ എഴുന്നള്ളിക്കുന്നതാണ്. നമുക്കറിയാം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറണമെങ്കിൽ വെളുത്ത മുണ്ടുടുക്കാതെ നമുക്ക് അകത്തേക്ക് ഒരു ഭക്തന് പ്രവേശനം പോലും ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ പവിത്രതയും ചൈതന്യവും കാത്തു സൂക്ഷിക്കുന്നതിന് നിരവധി ആചാരക്രമങ്ങൾ, അനുഷ്ഠാന ക്രമങ്ങൾ ഉള്ള ക്ഷേത്രത്തിലാണ് വളരെ ലളിതമായി തന്നെ ഒട്ടും ശ്രദ്ധയില്ലാതെ ഒരു ക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിച്ച വസ്തു അതുപോലെ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിൽ തീർച്ചയായും ആചാരലംഘനം നടന്നിട്ടുണ്ട്. മാത്രമല്ല, വളരെ ഗൗരവമായി ചെയ്യേണ്ട കാര്യങ്ങൾ അത്യന്തം ലളിതമായി ശ്രദ്ധയില്ലാതെ ചെയ്ത കാര്യവും നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് എത്രത്തോളം തുണി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. അതിൻ്റെ മറവിൽ ഈ തീവെട്ടിക്ക് വേണ്ടി മറ്റ് ചെലവുകൾ എഴുതിയെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് വിജിലൻസ് ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കമ്മീഷണർ ഉദയകുമാറിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം അനധികൃതമായി രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്ത് 43 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നതായിട്ടാണ് കണ്ടെത്തി വിജിലൻസ് അന്വേഷിക്കുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ AC-യും ഹീറ്ററും മറ്റ് സാധനങ്ങളും വാങ്ങാൻ വേണ്ടി 6 ലക്ഷം രൂപയോളം എഴുതിയെടുത്തതായി കണ്ടെത്തി. ഇതെല്ലാം ചട്ടലംഘനമായി കണ്ടെത്തിയാണ് വിജിലൻസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വകമാറ്റി പല കാര്യങ്ങൾക്കും സ്വാഭാവികമായും തീവട്ടിക്കും എണ്ണയ്ക്കും മറ്റ് കാര്യങ്ങൾക്കും ഒക്കെയായി ദേവസ്വം ബോർഡ് ഒരു നിശ്ചിത തുക ഉത്സവത്തിന് വേണ്ടി കണ്ടെത്തുന്നതാണ്. ഏറ്റവും കൂടുതൽ വരുമാനമുള്ള 2 ക്ഷേത്രങ്ങളാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രവും പൂർണ്ണത്രയീശ ക്ഷേത്രവും. അപ്പോൾ ഇതൊക്കെ അന്വേഷണ വിഷയത്തിൽ വരേണ്ട വിഷയങ്ങൾ തന്നെയാണ്. രാജേഷ്, ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തുടരന്വേഷണമില്ല. വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കി. ഉത്തരവ് സർക്കാർ നൽകിയ അപ്പീലിലാണ്. പ്രോസിക്യൂഷൻ അനുമതി നേടിയ ശേഷം പരാതിക്കാർക്ക് മുന്നോട്ടു പോകാമെന്ന് കോടതി വ്യക്തമാക്കുന്നു. അതേസമയം മുഖ്യമന്ത്രിക്കെതിരായ വിജിലൻസ് കോടതി പരാമർശവും റദ്ദാക്കി. MR അജിത് കുമാറിനും സർക്കാരിനും ഏറെ ആശ്വാസം പകരുന്നതാണ് കോടതി ഉത്തരവ്. പ്രധാനമായും വിജിലൻസ് കോടതി ഉത്തരവിലെ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശം, അതായത് ഒരു അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രി നേരിട്ട് പരിശോധിച്ച് അതിൽ നടപടിയെടുക്കാൻ നിർദ്ദേശിക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അഴിമതി ആരോപിക്കപ്പെട്ട ആളെ അദൃശ്യമായ കരങ്ങൾ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു പരാമർശം, ഈ പരാമർശം നീക്കം ചെയ്യണമെന്നായിരുന്നു. അത് നീക്കം ചെയ്തു. അതുകൂടാതെ നിയമപരമായി തന്നെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ, അതായത് സർക്കാർ ഉദ്യോഗസ്ഥനെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങണം. ഇത് ക്രിമിനൽ നടപടിച്ചട്ടം 197 വകുപ്പിലും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ 218 വകുപ്പിലും അത് വീണ്ടും വന്ന നിയമത്തിലും അത് എടുത്തു പറയുന്നുണ്ട്. ഈ പ്രധാനമായും ഇത്തരത്തിലുള്ള വകുപ്പ് ചേർത്തിട്ട് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരെ, പൊതുജന സേവകരായ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അനാവശ്യ കേസുകൾ ജനങ്ങൾ കൊടുക്കാതിരിക്കുക എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ സർക്കാരിന്റെ അനുമതി ഇല്ലാതെ ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ സർക്കാർ അനുമതി ഇല്ലാതെ പ്രോസിക്യൂട്ട് ചെയ്താൽ പോലും കുറ്റപത്രം ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കോടതിക്ക് ഇവരെ ശിക്ഷിക്കാനാവില്ല. കുറ്റം തെളിയിക്കപ്പെട്ടാൽ പോലും ശിക്ഷിക്കാനാവില്ല. ഈ നടപടിക്രമങ്ങളുടെ
അവരുടെ അപാകത മൂലം. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അരുമയായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ അഴിമതി ആരോപണം നേരിട്ടാലും അവർക്ക് ഇതൊരു വലിയ ഒരു സംരക്ഷണ കവചമായി മാറുകയാണ്. ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. INTC നേതാവ് ചന്ദ്രശേഖരനെ സർക്കാർ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു? കാരണം 120 ദിവസം ഈ അനുമതി തേടി സർക്കാരിനെ സമീപിച്ചാൽ 120 ദിവസത്തിനുള്ളിൽ സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ ഈ അനുമതി താനെ ലഭ്യമാവുകയോ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോവുകയും ചെയ്യാം. എന്നാൽ അതിനു മുമ്പ് സർക്കാരിന് വേണമെങ്കിൽ ഇത് നിരസിക്കാം. ഇപ്പോൾ ഈ അനുമതി തേടാതെയാണ് വിജിലൻസ് കോടതിയിൽ ഒരു MLAയുടെ ആരോപണം മാത്രം ഉന്നയിച്ച് തനിക്കെതിരെ പരാതി വന്നതെന്നാണ് MR അജിത് കുമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കോടതി നിയമപരമായ നടപടി എടുത്തിട്ടുള്ളത് സർക്കാരിന്റെ മുൻകൂർ അനുമതിയോടുകൂടി വേണമെങ്കിൽ ഇനിയും ഇദ്ദേഹത്തിനെതിരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള കാര്യം വിജിലൻസ് കോടതിയെ സമീപിക്കാം. പക്ഷേ സർക്കാരിന്റെ അനുമതിയാണ് പ്രശ്നം. സർക്കാർ അനുമതി തേടിയ ശേഷം മാത്രമേ നിയമപരമായി ഇത് നിലനിൽക്കുകയുള്ളൂ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ MR അജിത് കുമാറിനെതിരെയുള്ള നടപടി ഹൈക്കോടതി റദ്ദാക്കിയിട്ടുള്ളത്. അഡ്വക്കേറ്റ് രാജേഷിന്റെ റിപ്പോർട്ടാണ് കേട്ടത്. മറ്റു വാർത്തയിലേക്ക്. വികസന കുതിപ്പിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് തിരുവനന്തപുരം രാജ്യാന്തര യാത്രക്കാരുടെ സഞ്ചാരത്തിനും ചരക്ക് നീക്കത്തിനുമുള്ള ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അംഗീകാരം നൽകി. ഇത് സംബന്ധിച്ച് ഗസറ്റ് വിജ്ഞാപനം പുറത്തിറക്കി. ചെക്ക് പോസ്റ്റ് വരുന്നതോടെ ക്രൂ ചേഞ്ചും ഇനി വിഴിഞ്ഞത്ത് നടക്കും. ICP പദവി ലഭിച്ചതോടെ ഇപ്പോൾ നടക്കുന്ന ട്രാൻസ്ഷിപ്മെന്റിന് പുറമേയുള്ള പ്രവർത്തനങ്ങളിലേക്ക് തുറമുഖത്തിന് കടക്കാൻ കഴിയും. കയറ്റുമതി ഇറക്കുമതി കണ്ടെയ്നറുകൾ ഒരുപോലെ കൈകാര്യം ചെയ്യാനാവും. ചെക്ക് പോസ്റ്റ് വരുന്നതോടെ തുറമുഖത്തെത്തുന്ന കപ്പലിലെ ജീവനക്കാർക്ക് ക്രൂ ചേഞ്ചിന്റെ ഭാഗമായി കരക്കിറങ്ങാൻ കഴിയും. ഇതോടെ മേഖലയിൽ കൂടുതൽ വികസനം സാധ്യമാകും. ഇപ്പോൾ അടിയന്തര സാഹചര്യത്തിൽ കപ്പൽ ജീവനക്കാരെ കരയ്ക്ക് ഇറക്കാറുണ്ടെങ്കിലും അത് ആരോഗ്യ പരിശോധനയ്ക്കും മറ്റും മാത്രമാണ്. കോവിഡ് കാലത്ത് പ്രത്യേക അനുമതിയോടെ വിഴിഞ്ഞത്ത് ക്രൂ ചേഞ്ച് നടത്തിയിരുന്നു. കപ്പലുകൾ തുറമുഖത്തേക്ക് അടുത്ത് ചരക്കിറക്കാൻ വേണ്ടിവരുന്ന സമയപരിധിയും കുറയും. ICP പദവി ലഭിക്കുന്നതോടെ റോഡ് റെയിൽ മാർഗത്തിലൂടെയുള്ള ചരക്ക് നീക്കവും ആരംഭിക്കാൻ കഴിയും. വിഴിഞ്ഞത്തെത്തുന്ന കണ്ടെയ്നറുകൾ ട്രക്കുകളിൽ സംസ്ഥാനത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാനാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഡൽഹി ഭീകരാക്രമണത്തിലെ പാക് ബന്ധത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഒരുങ്ങിയ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കസ്റ്റഡിയിലുള്ള ഭീകരരെ ചോദ്യം ചെയ്യുന്നതോടെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് NIAയുടെ പ്രതീക്ഷ. ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഡോക്ടർ ഷഹീൻ സെയ്ദ് ഉണ്ടായിരുന്ന ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ നിന്നും കാൺപൂരിലെത്തി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. കശ്മീരിലെ ആശുപത്രികളിലും പരിശോധന നടക്കുകയാണ്. ചെങ്കോട്ട ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലും ഡൽഹിയിൽ മുൻകരുതൽ നടപടികളും സുരക്ഷയും കർശനമാക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ നിർദ്ദേശം നൽകി. കൂടുതൽ അളവിൽ അമോണിയം നൈട്രേറ്റ് വാങ്ങുന്നവരുടെ വിവരങ്ങൾ സൂക്ഷിക്കണം. വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും ഫോട്ടോകളും ഉറപ്പാക്കണമെന്നും സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വിൽപ്പനയിലും ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. ശബരിമലയിൽ ദർശനത്തിനായി മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന അയ്യപ്പ ഭക്തരുടെ ക്യൂവിന് അവസാനം. നിയന്ത്രണങ്ങൾ വന്നതോടെയാണ് ഇത് സാധ്യമായത്. നാളെ ദേവസ്വം മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിലുള്ള അവലോകന യോഗം സന്നിധാനത്ത് ചേരും. സ്പോട്ട് ബുക്കിംഗിന് 5000 പേരെ മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമായത്. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ദിവസങ്ങളിൽ അയ്യപ്പ ഭക്തർ ദർശനത്തിനെത്തണമെന്ന് ദേവസ്വം ബോർഡ് അറിയിക്കുന്നു. അടുത്ത മാസം വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത അയ്യപ്പ ഭക്തരും ദർശനത്തിനായി പമ്പയിലേക്ക് എത്തുകയാണ്. ഇത് ശബരിമലയിലെ തിരക്കു നിയന്ത്രണത്തെ പ്രതികൂലമായാണ് ബാധിക്കുന്നത്. ഇതുവരെയുള്ള ശബരിമലയിലെ പ്രവർത്തനങ്ങളും മണ്ഡലപൂജയിലേക്കുള്ള തയ്യാറെടുപ്പുകളും വിലയിരുത്താൻ നാളെ മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് അവലോകന യോഗം ചേരും. തിങ്കളാഴ്ച വരെയാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് 5000 ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വെർച്വൽ ക്യൂ ബുക്കിംഗ് വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ എന്ന കാര്യവും യോഗം ചർച്ച ചെയ്തേക്കും. 86,442 അയ്യപ്പ ഭക്തരാണ് ഇന്നലെ സന്നിധാനത്ത് ദർശനം നടത്തിയത്. നിലവിൽ നിലയ്ക്കലും പമ്പയിലും അയ്യപ്പ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. ദിനവും വൈകിട്ട് പോലീസ് ചീഫ് ADGP S ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ശബരിമലയിലെ തിരക്കു നിയന്ത്രണം അവലോകനം ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത ദിവസത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. അമൃത ന്യൂസ്, സന്നിധാനം. VR സുധീഷിന്റെ കഥയിൽ
രഞ്ജിത്ത് ഒരുക്കിയ ആരോ എന്ന ഹ്രസ്വചിത്രം കോപ്പിയടി വിവാദത്തിൽ. കാറ്റലിസ്റ്റ് എന്ന തൻ്റെ ചെറുകഥയാണ് ചിത്രത്തിൽ പ്രമേയമാക്കിയതെന്ന ആരോപണവുമായി കഥാകൃത്ത് എം പി മിനി രംഗത്ത് വന്നു. മിനിയുടെ കഥ വായിച്ചിട്ടില്ല എന്ന് VR സുധീഷ് പ്രതികരിച്ചു. സുധീഷിനെതിരെ സോഷ്യൽ മീഡിയയിൽ പരിഹാസം ഉയരുകയാണ്. ആരോ എന്ന ഹ്രസ്വചിത്രമാണ് കോപ്പിയടി വിവാദത്തിൽ പുലിവാലി പിടിച്ചത്. പാലക്കാട് സ്വദേശിനിയായ എം പി മിനിയുടെ കാറ്റലിസ്റ്റ് എന്ന ചെറുകഥയാണ് ഹ്രസ്വചിത്രത്തിൽ പ്രമേയമായിരിക്കുന്നതെന്നാണ് ആരോപണം. പ്രസാധകൻ മാസിക ആവശ്യപ്പെട്ടത് പ്രകാരം ജൂലൈ മാസത്തിലാണ് മിനി കഥ അയച്ചു കൊടുത്തത്. മിനിയുടെ കഥയുള്ള പ്രസാധകൻ ഓണപ്പതിപ്പ് ആഗസ്റ്റ് അവസാനമാണ് ഇറങ്ങിയത്. ദിവസങ്ങൾക്ക് ശേഷം സമാന സ്വഭാവമുള്ള VR സുധീഷിന്റെ വിപര്യവും മനോരമ ആഴ്ചപ്പതിപ്പ് പ്രസിദ്ധീകരിച്ചു. ആഗസ്റ്റ് അവസാനമാണ് താൻ കഥ അയച്ചതെന്ന് VR സുധീഷും സമർത്ഥിക്കുന്നു. സുധീഷ് കഥയും സംഭാഷണവും ഒരുക്കിയ വിപര്യമാണ് പിന്നീട് ആരോ എന്ന ഹ്രസ്വചിത്രമായത്. സമാനമായ പ്രമേയമാണ് ഹ്രസ്വചിത്രത്തിലേതെന്ന് എം പി മിനി പറഞ്ഞു. ആ ഒരു ആശയം ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുമുണ്ടായി. അതെന്നിൽ ഒരുപാട് മനോവിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഒരു വളരെ സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു എഴുത്തുകാരനെ ആരോപണത്തിൻ്റെ മുന്നിൽ കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശമല്ല. പക്ഷേ ഞാൻ എഴുതിയ കഥ അത് 2024 എഴുതിയ കഥയാണ്. പ്രസാധകൻ്റെ എഡിറ്റർ ആവശ്യപ്പെട്ട പ്രകാരം ഞാനത് പ്രസാധകൻ മാസികയിലേക്ക് അയക്കുന്നത് 2025 ജൂലൈ 17 മെയിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. എം പി മിനിയുടെ കഥ താൻ വായിച്ചിട്ടില്ലെന്ന് VR സുധീഷ് വ്യക്തമാക്കി. എം പി മിനിയുടെ കഥ വായിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ ഇതുകൊണ്ട് വായിച്ചിട്ടുമില്ല. ഇതെല്ലാം ഒരേ സമയത്താണ് ഈ കഥകൾ വരുന്നത്. ഓണത്തിനാണ് വരുന്നത്. അത് മനോരമയുടെ പത്രാധിപർ ദിലീപ് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഒരു ദിവസം കൊണ്ടാണ് ആ കഥ എഴുതി കൊടുത്തത്. കാറ്റലിസ്റ്റുമായി സമാനതകളേറെയുള്ള വിപര്യം ഹ്രസ്വചിത്രമായതോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കോപ്പിയടി വിവാദമുയർന്നത്. S വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. ഇപ്പോൾ SIR-മായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം കോടതി പറഞ്ഞപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം ആ വ്യത്യസ്തത എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന ലോക്കൽ ബോഡി ഇലക്ഷനാണ്. അതായിരിക്കും അവർ ഒരു വ്യത്യാസമായിട്ട് കണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇത് മാത്രമായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് നാം ഇപ്പോൾ. ഇതൊരു വിശദമായി വാദം കേൾക്കേണ്ട കേസായിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ കുറേ സമയം എടുക്കില്ലേ? ഇതിപ്പോൾ SIR-ന്റെ പ്രോസസ്സ് ഏതാണ്ട് പകുതി കഴിഞ്ഞു കേരളത്തിൽ. നമ്മൾ ആദ്യം ഇടക്കാല ഉത്തരവിൽ വാദം ഉന്നയിച്ചതിന് ശേഷം ഇടക്കാല ഉത്തരവ് എന്തെങ്കിലും വന്നതിന് ശേഷം പിന്നെ അന്തിമവാദം നടത്തി അന്തിമമായിട്ടുള്ള ഉത്തരവ് മേടിക്കാമെന്നുള്ളതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി നമ്മളിപ്പോൾ കണക്കാക്കേണ്ടത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെയുള്ള ഹർജികൾ 26 സുപ്രീം കോടതി പരിഗണിക്കും. കേരളത്തിലെ ഹർജികൾ പ്രത്യേകം പരിഗണിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ SIR നടത്തുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നായിരുന്നു കേരളത്തിൻ്റെ വാദം. കൂടുതൽ വിശദാംശങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ ഹർജികൾ പ്രത്യേകം പരിഗണിക്കും എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹർജികൾ 26 പരിഗണിക്കുന്നത്. കേരളത്തിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്ന സംസ്ഥാന സർക്കാർ വാദിച്ചിരുന്നു. SIR ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, തൽക്കാലം കേരളത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശ്വാസത്തിന് വകയുണ്ടോ? 26 ഹർജികൾ പരിഗണിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഇത് നീക്കിവെക്കണം, മാറ്റിവെക്കണം എന്ന ആവശ്യത്തിൽ ഏത് തരത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എന്താണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്? രാജേഷ്, ഈ ഹർജിയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ചെയ്യാവുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയക്കുക എന്നുള്ളതാണ്. ആ നടപടിക്രമം മാത്രമാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. കമ്മീഷന് ബന്ധപ്പെട്ട അഭിഭാഷകർ എന്ന കോടതിയിൽ ഹാജരായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നീക്കത്തിലേക്ക് പോയത് എന്നുള്ളതാണ് ഇപ്പോൾ ഹാരിസ് ബീരാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇത് വിശദമായി പരിശോധിക്കേണ്ട കാര്യമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലെ ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് അത്തരമൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കാരണം സംസ്ഥാന സർക്കാരും ബന്ധപ്പെട്ട കക്ഷികളും രാഷ്ട്രീയ പാർട്ടികളും വ്യക്തമാക്കിയത് കേരളത്തിൽ SIR നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇക്കാര്യം പരിഗണിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് 26 അതായത് ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട കൂടി SIR നടപടികളുമായി ബന്ധപ്പെട്ട ഹർജികൾ കൂടി ഇതേ ബെഞ്ചിന് ജസ്റ്റിസ് സൂര്യകാന്തിന് മുന്നിലുള്ള ബെഞ്ചിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഹർജികൾ 1-ാം തീയതി കണക്കാക്കി ഡിസംബർ ആദ്യവാരം മാത്രമായിരിക്കും പരിഗണിക്കുക. പക്ഷേ അതേസമയം തന്നെ ഈ ഹർജികൾ വളരെ പെട്ടെന്ന് 26 പരിഗണിക്കാമെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതായാലും നോട്ടീസ് അയച്ചിട്ടുണ്ട്. കമ്മീഷന്റെ മറുപടി കിട്ടിയ ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അതായത് ഇപ്പോൾ ഈ SIR നടപടി സ്റ്റേ ചെയ്യണമെന്നൊരു ആവശ്യം ഈ ഘട്ടത്തിൽ കേരളം ഇന്ന് കോടതിക്ക് മുൻപിലേക്ക് പറഞ്ഞിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് വന്നാൽ മാത്രമാണ് ആ ഒരു ആവശ്യത്തിലേക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. അതേസമയം തന്നെ രാഷ്ട്രീയ പാർട്ടികളാണ് പ്രധാനമായും ഭരണഘടനാവിരുദ്ധമായ നടപടികൾ SIR-ലുണ്ടെന്ന് കോടതി മുൻപാകെ വ്യക്തമാക്കിയത്. രാജേഷ്, KK പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.
തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടിയതിൽ ഇടപെട്ടത് ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് എന്നതിന് തെളിവ്. വൈഷ്ണ രേഖപ്പെടുത്തിയ TC നമ്പറുള്ള വീട്ടിൽ എത്തി മേയറുടെ ഓഫീസിലെ ജീവനക്കാർ വിവരം ശേഖരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. മേയറുടെ ഓഫീസിലെ പരാതി പരിഹാര സെല്ലിലെ സ്റ്റാഫുകൾ നേരിട്ടെത്തി അന്വേഷണം നടത്തി സത്യവാങ്മൂലം എഴുതി വാങ്ങിച്ചു എന്നുള്ളതാണ് വിവരം. ഈ രേഖ ഉപയോഗിച്ചാണ് വൈഷ്ണയുടെ വോട്ട് വെട്ടിയത്. CPM പ്രാദേശിക നേതാവ് ധനേഷ് കുമാറിന്റെ പരാതിയിലാണ് മേയറുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടത്. TC നമ്പറിൽ വൈഷ്ണ താമസമില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് ധനേഷ് നഗരസഭയിൽ പരാതി നൽകിയത്. മേയർ ആര്യ രാജേന്ദ്രൻ വൈഷ്ണയുടെ വോട്ട് വെട്ടിയതിൽ ഇടപെട്ടു എന്ന് K മുരളീധരൻ ഉൾപ്പെടെ നിരവധി പേർ ആരോപിച്ചിരുന്നു. തൃശൂരിൽ കോർപ്പറേഷൻ സ്ഥാനാർത്ഥിയെ മാറ്റി BJP. കുട്ടൻകുളങ്ങര ഡിവിഷനിലേക്ക് മത്സരിക്കാനിരുന്ന സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ V. ആതിരയെയാണ് മാറ്റിയത്. പുതിയ സ്ഥാനാർത്ഥിയായി A. ശ്രീവിദ്യയെ നിശ്ചയിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും മലപ്പുറത്ത് PV അൻവറിനും UDFനും ധാരണയിലെത്താനായില്ല. മുസ്ലിം ലീഗിന് PV അൻവറുമായി ധാരണയിലെത്തുന്നതിന് താല്പര്യമുണ്ടെങ്കിലും കോൺഗ്രസിലെ ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്ന എതിർപ്പാണ് തടസ്സമുണ്ടാക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവറിന്റെ വീട്ടിൽ ED റെയ്ഡ്. മലപ്പുറത്ത് ഒതായിലെ വീട്ടിലാണ് കൊച്ചിയിൽ നിന്നുമുള്ള ED സംഘം പരിശോധന നടത്തുന്നത്. പുലർച്ചെ തുടങ്ങിയ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. അൻവറിന്റെ സഹായി സിയാദിന്റെ വീട്ടിലും മഞ്ചേരിയിലെ സിൽസില പാർക്കിലും കക്കാടംപൊയിലെ പാർക്കിലും ഒരേ സമയത്താണ് പരിശോധന. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക. ഇപ്പോൾ SIR-മായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം കോടതി പറഞ്ഞപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം ആ വ്യത്യസ്തത എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന ലോക്കൽ ബോഡി ഇലക്ഷനാണ്. അതായിരിക്കും അവർ ഒരു വ്യത്യാസമായിട്ട് കണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇത് മാത്രമായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് നാം ഇപ്പോൾ. ഇതൊരു വിശദമായി വാദം കേൾക്കേണ്ട കേസായിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ കുറേ സമയം എടുക്കില്ലേ? ഇതിപ്പോൾ SIR-ന്റെ പ്രോസസ്സ് ഏതാണ്ട് പകുതി കഴിഞ്ഞു കേരളത്തിൽ. നമ്മൾ ആദ്യം ഇടക്കാല ഉത്തരവിൽ വാദം ഉന്നയിച്ചതിന് ശേഷം ഇടക്കാല ഉത്തരവ് എന്തെങ്കിലും വന്നതിന് ശേഷം പിന്നെ അന്തിമവാദം നടത്തി അന്തിമമായിട്ടുള്ള ഉത്തരവ് മേടിക്കാമെന്നുള്ളതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി നമ്മളിപ്പോൾ കണക്കാക്കേണ്ടത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെയുള്ള ഹർജികൾ 26-ന് സുപ്രീം കോടതി പരിഗണിക്കും. കേരളത്തിലെ ഹർജികൾ പ്രത്യേകം പരിഗണിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ SIR നടത്തുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നായിരുന്നു കേരളത്തിൻ്റെ വാദം. കൂടുതൽ വിശദാംശങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ ഹർജികൾ പ്രത്യേകം പരിഗണിക്കും എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹർജികൾ 26-നാണ് പരിഗണിക്കുന്നത്. കേരളത്തിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്ന സംസ്ഥാന സർക്കാർ വാദിച്ചിരുന്നു. SIR ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, തൽക്കാലം കേരളത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശ്വാസത്തിന് വകയുണ്ടോ? 26-ന് ഹർജികൾ പരിഗണിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഇത് നീക്കിവെക്കണം, മാറ്റിവെക്കണം എന്ന ആവശ്യത്തിൽ ഏത് തരത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എന്താണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്? രാജേഷ്, ഈ ഹർജിയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ചെയ്യാവുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയക്കുക എന്നുള്ളതാണ്. ആ നടപടിക്രമം മാത്രമാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. കമ്മീഷന് ബന്ധപ്പെട്ട അഭിഭാഷകർ എന്ന കോടതിയിൽ ഹാജരായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നീക്കത്തിലേക്ക് പോയത് എന്നുള്ളതാണ് ഇപ്പോൾ ഹാരിസ് ബീരാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇത് വിശദമായി പരിശോധിക്കേണ്ട കാര്യമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലെ ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് അത്തരമൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കാരണം സംസ്ഥാന സർക്കാരും ബന്ധപ്പെട്ട കക്ഷികളും രാഷ്ട്രീയ പാർട്ടികളും വ്യക്തമാക്കിയത് കേരളത്തിൽ SIR നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇക്കാര്യം പരിഗണിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് 26-ലേക്ക്, അതായത് ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട കൂടി SIR നടപടികളുമായി ബന്ധപ്പെട്ട ഹർജികൾ കൂടി ഇതേ ബെഞ്ചിന്, ജസ്റ്റിസ് സൂര്യകാന്തിന് മുന്നിലുള്ള ബെഞ്ചിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഹർജികൾ 1-ാം തീയതി കണക്കാക്കി ഡിസംബർ ആദ്യവാരം മാത്രമായിരിക്കും പരിഗണിക്കുക. പക്ഷേ അതേസമയം തന്നെ ഈ ഹർജികൾ വളരെ പെട്ടെന്ന് 26-ന് പരിഗണിക്കാമെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതായാലും നോട്ടീസ് അയച്ചിട്ടുണ്ട്. കമ്മീഷന്റെ മറുപടി കിട്ടിയ ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഇപ്പോൾ ഈ SIR നടപടി സ്റ്റേ ചെയ്യണമെന്നൊരു ആവശ്യം ഈ ഘട്ടത്തിൽ കേരളം ഇന്ന് കോടതിക്ക് മുൻപിലേക്ക് പറഞ്ഞിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് വന്നാൽ മാത്രമാണ് ആ ഒരു ആവശ്യത്തിലേക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. അതേസമയം തന്നെ രാഷ്ട്രീയ പാർട്ടികളാണ് പ്രധാനമായും ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ SIR-ലുണ്ടെന്ന് കോടതി മുൻപാകെ വ്യക്തമാക്കിയത്. രാജേഷ്,
കെ പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടിയതിൽ ഇടപെട്ടത് ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് എന്നതിന് തെളിവ്. വൈഷ്ണ രേഖപ്പെടുത്തിയ TC നമ്പറുള്ള വീട്ടിൽ എത്തി മേയറുടെ ഓഫീസിലെ ജീവനക്കാർ വിവരം ശേഖരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. മേയറുടെ ഓഫീസിലെ പരാതി പരിഹാര സെല്ലിലെ സ്റ്റാഫുകൾ നേരിട്ടെത്തി അന്വേഷണം നടത്തി സത്യവാങ്മൂലം എഴുതി വാങ്ങിച്ചു എന്നുള്ളതാണ് വിവരം. ഈ രേഖ ഉപയോഗിച്ചാണ് വൈഷ്ണയുടെ വോട്ട് വെട്ടിയത്. CPM പ്രാദേശിക നേതാവ് ധനേഷ് കുമാറിന്റെ പരാതിയിലാണ് മേയറുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടത്. TC നമ്പറിൽ വൈഷ്ണ താമസമില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് ധനേഷ് നഗരസഭയിൽ പരാതി നൽകിയത്. മേയർ ആര്യ രാജേന്ദ്രൻ വൈഷ്ണയുടെ വോട്ട് വെട്ടിയതിൽ ഇടപെട്ടു എന്ന് K മുരളീധരൻ ഉൾപ്പെടെ നിരവധി പേർ ആരോപിച്ചിരുന്നു. തൃശൂരിൽ കോർപ്പറേഷൻ സ്ഥാനാർത്ഥിയെ മാറ്റി BJP. കുട്ടൻകുളങ്ങര ഡിവിഷനിലേക്ക് മത്സരിക്കാനിരുന്ന സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ V. ആതിരയെയാണ് മാറ്റിയത്. പുതിയ സ്ഥാനാർത്ഥിയായി A. ശ്രീവിദ്യയെ നിശ്ചയിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും മലപ്പുറത്ത് PV അൻവറിനും UDFനും ധാരണയിലെത്താനായില്ല. മുസ്ലിം ലീഗിന് PV അൻവറുമായി ധാരണയിലെത്തുന്നതിന് താല്പര്യമുണ്ടെങ്കിലും കോൺഗ്രസിലെ ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്ന എതിർപ്പാണ് തടസ്സമുണ്ടാക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവറിന്റെ വീട്ടിൽ ED റെയ്ഡ്. മലപ്പുറത്ത് ഒതായിലെ വീട്ടിലാണ് കൊച്ചിയിൽ നിന്നുമുള്ള ED സംഘം പരിശോധന നടത്തുന്നത്. പുലർച്ചെ തുടങ്ങിയ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. അൻവറിന്റെ സഹായി സിയാദിന്റെ വീട്ടിലും മഞ്ചേരിയിലെ സിൽസില പാർക്കിലും കക്കാടംപൊയിലെ പാർക്കിലും ഒരേ സമയത്താണ് പരിശോധന. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.